ഫ്രണ്ട്സ്, നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി കീഴിലുള്ള ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ കൂടംകുളം ന്യൂക്ലിയർ പവർ പ്രൊജക്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. തമിഴ്നാടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണ് വേക്കൻസി വന്നിരിക്കുന്നത്. കൂടംകുളം ന്യൂക്ലിയർ പവർ പ്രൊജക്റ്റിലേക്കാണ് ഇതിൽ വിളിച്ചിരിക്കുന്നത്. വെച്ചാൽ അപ്രന്റീഷിപ്പ് ആണ് കേട്ടോ. അപ്പോൾ അപ്രന്റീഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 3 കാറ്റഗറി വിളിച്ചിട്ടുണ്ട്. ട്രേഡ് അപ്രന്റീസ് വിളിച്ചിട്ടുണ്ട്, ഡിപ്ലോമ വിളിച്ചിട്ടുണ്ട്, അതുപോലെ ഗ്രാജുവേറ്റ് അപ്രന്റീസ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വിവിധ ക്വാളിഫിക്കേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. ITI, ഡിപ്ലോമ, അതല്ലെങ്കിൽ ഗ്രാജുവേഷൻ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, നോൺ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ ഓൺലൈനായിട്ടല്ല, നമ്മൾ ഓഫ്ലൈനായിട്ട് പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കേണ്ടത് കേട്ടോ. പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 21/7/2025 21/7/2025 എന്ന് പറയുന്ന ആ ഡേറ്റിലാണ് ലാസ്റ്റ് ഡേറ്റ്, ക്ലോസിംഗ് ഡേറ്റ്. അത് നിങ്ങൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അപേക്ഷയൊക്കെ നമ്മൾ പ്രിൻ്റ് എടുത്ത് ഫില്ല് ചെയ്യണം. അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയും. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് ലഭിക്കുന്നതായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലേക്ക് എനേബിൾ ചെയ്യുക. റീസെൻ്റായി ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കയറിയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്കിവിടെ നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടൂടെ കാണാം. നിങ്ങൾക്ക് ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് നമ്പറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് 21/7/2025 വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ 3 കാറ്റഗറിയാണ് വിളിച്ചതെന്ന് പറഞ്ഞു. തമിഴ്നാടാണ്. ഇവിടെ ട്രേഡ് അപ്രൻറ്റീസസ് നമുക്ക് നോക്കാം. ഓരോന്നിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കും കേട്ടോ. ആദ്യം നമ്മൾ നോക്കുന്നത് ട്രേഡ് അപ്രൻറ്റീസ് ആണ്. ട്രേഡ് അപ്രൻറ്റീസിൽ നിങ്ങൾക്ക് ഏതൊക്കെ വേക്കൻസി ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫിറ്റർ 24 വേക്കൻസി ഉണ്ട്, മെഷീനിസ്റ്റ് 4 വേക്കൻസി, വെൽഡർ ഗ്യാസ് ആൻഡ് ഇലക്ട്രിക് 4, ദെൻ ഇലക്ട്രീഷ്യൻ 35 വേക്കൻസി, ഇലക്ട്രോണിക് മെക്കാനിക് 15 വേക്കൻസി, പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക് 7 വേക്കൻസി, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് 17 വേക്കൻസി, മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് 11 വേക്കൻസി, ദെൻ കോപ്പ 5 വേക്കൻസി. ഇങ്ങനെയാണ് ട്രേഡ് അപ്രൻറ്റീസിൽ വേക്കൻസി വന്നിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ 1 വർഷം ഡ്യൂറേഷനുള്ള ITI ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി സ്റ്റൈപ്പൻഡ് 7700 രൂപയും, 2 വർഷം ഡ്യൂറേഷനുള്ള ITI കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് 8080 രൂപയും മന്ത്ലി സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കും. ഇനി ഇതിലേക്ക് അപേക്ഷ നൽകാനുള്ള മിനിമം ഏജ് എന്ന് പറയുന്നത് 14 വയസ്സ് പൂർത്തിയായിരിക്കണം. 24 വയസ്സ് കഴിയാനും പാടില്ല. ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നിയമാനുസൃതമായിട്ടുള്ള 21/7/2025 കണക്കാക്കിയിട്ടാണ് ഏജ് കണക്കാക്കേണ്ടത് കേട്ടോ. അപ്പോൾ 21/7/2025 14 പൂർത്തിയായിരിക്കണം. അതോടൊപ്പം തന്നെ 24 കഴിയാനും പാടില്ല എന്നുള്ളതാണ്. ഇനി SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 29 വയസ്സ് വരെയും, OBC ആണെങ്കിൽ 27 വയസ്സ് വരെയും എന്ത് ചെയ്യാം, ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ 1 ഇയർ ആയിരിക്കും ഇതിൻ്റെ ട്രെയിനിങ് ഡ്യൂറേഷൻ വരുന്നത്. ഇനി അടുത്തത് ഡിപ്ലോമ അപ്രൻറ്റീസ് ആണ്. ഡിപ്ലോമയിൽ നിൽക്കുന്ന മെക്കാനിക്കൽ 42, ഇലക്ട്രിക്കൽ 24, കെമിക്കൽ 5, അതുപോലെ ഇലക്ട്രോണിക്സ് 15, സിവിൽ 8. അതിൽ നിങ്ങൾക്ക് 8000 രൂപയാണ് സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അതത് ഡിപ്ലോമ, ഈ പറഞ്ഞിരിക്കുന്ന ഡിസിപ്ലിനിൽ അതത് ഡിപ്ലോമ കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ട്രേഡ് അപ്രൻറ്റീസിലേക്ക് നിങ്ങൾ ITI കഴിഞ്ഞവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, ഈ പറയുന്ന അതത് ട്രേഡുകളിൽ നിങ്ങൾ ITI കഴിഞ്ഞവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ പറയുന്ന ഡിപ്ലോമ അപ്രൻറ്റീഷിപ്പിലേക്ക് ഡിപ്ലോമയാണ് വേണ്ടത്. 8000 സ്റ്റൈപ്പൻഡ്. ഇതിൻ്റെ ഏജ് എന്ന് പറയുന്നത് 21/7/2025 മിനിമം 18, മാക്സിമം 25 വയസ്സ് വരെ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ ഏജ് റിലാക്സേഷൻ ആയിരിക്കും. SC/ST ആണെങ്കിൽ 30, OBC ആണെങ്കിൽ 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. 1 വർഷമാണ് ഇതിൻ്റെയും ട്രെയിനിങ് ഡ്യൂറേഷൻ. ഇനി 3ാമത്തെ കാറ്റഗറി ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് മെക്കാനിക്കൽ 28, ഇലക്ട്രിക്കൽ 16, കെമിക്കൽ 3, ഇൻസ്ട്രുമെൻറ്റേഷൻ 11, ഇലക്ട്രോണിക്സ് 9, സിവിൽ 8. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന അതത് ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് BA or BTech എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ഈ വേക്കൻസിയിലേക്ക്. ഇനി അത് കൂടാതെ BSc നിങ്ങൾക്ക് ഫിസിക്സോ അല്ലെങ്കിൽ കെമിസ്ട്രിയോ, അതായത് ഈ പറയുന്ന കെമിസ്ട്രിയിലോ ഫിസിക്സിലോ നിങ്ങൾക്ക് എന്താണ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 26 വേക്കൻസി ഉണ്ട് കേട്ടോ. ഇപ്പോൾ BSc ഫിസിക്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, BSc കെമിസ്ട്രി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 26 വേക്കൻസി ഉണ്ട്. ഇനി BA, BSc, BCom എനി ഡിഗ്രിയാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും എഞ്ചിനീയറിംഗ് അല്ലാത്ത ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ ഒരു 20 വേക്കൻസി അങ്ങനെയുള്ളവർക്കുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഏത് സബ്ജക്റ്റ് ആയാലും കുഴപ്പമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഗ്രാജുവേഷൻ ഉണ്ടായാൽ മതി. ഓക്കെ, ഒരു BA, ഏതെങ്കിലും ഒരു BA അല്ലെങ്കിൽ ഒരു BSc അല്ലെങ്കിൽ BCom, ഇനി ഏതെങ്കിലും ഒരു ജസ്റ്റ് ഒരു ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 20 വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 9000 പെർ മന്ത് സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കും. ഇതിൻ്റെ ഏജ് ലിമിറ്റ് മിനിമം 20 വയസ്സ് പൂർത്തിയായിരിക്കണം. 28 വയസ്സ് കഴിയാനും പാടില്ല. 21/7/2025 ഏജ് കണക്കാക്കുന്നത്. SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 5 വർഷം, OBC ആണെങ്കിൽ 3 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. പിന്നെ PWD കാൻഡിഡേറ്റ്സിനും 10 മുതൽ 15 വർഷം വരെയൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇതിൻ്റെയൊക്കെ ട്രെയിനിങ് പീരീഡ് എന്ന് പറയുന്നത് 1 ഇയർ ആയിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് കാറ്റഗറി വൈസ് ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് SC/ST, OBC, EWS, ജനറൽ. ഓക്കെ, അപ്പോൾ അവർക്ക് ഓരോ ട്രേഡ് വൈസ് വേക്കൻസീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ട്രേഡ് അപ്രൻറ്റീഷിപ്പിൻ്റെ അതുപോലെ ഡിപ്ലോമൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഡിപ്ലോമ വൈസ് വേക്കൻസി
വേക്കൻസി കൊടുത്തിട്ടുണ്ട് ഈ കാറ്റഗറി വൈസ് ഇട്ട് അവിടെ കാണാൻ നിങ്ങൾക്ക്. ഇൻ കേസ് നിങ്ങളുടെ റിസർവ്ഡ് വാക്കൻസിയിൽ വേക്കൻസി ഇല്ല, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എസ് ടി കാൻഡിഡേറ്റ്സിന് ഫിറ്ററൊന്നും വേക്കൻസി ഇല്ല, പക്ഷേ ഇവിടെ കാണാൻ ജനറൽ വേക്കൻസി ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ ജനറൽ വേക്കൻസി ഉണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ജനറൽ കാൻഡിഡേറ്റ്സ് ആയിട്ട് നിങ്ങളെ പരിഗണിക്കും. റിസർവേഷനോ ഏജ് റിലാക്സേഷനോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ജനറൽ കാൻഡിഡേറ്റ്സ് ആയിട്ട് അതിലേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ റിസർവ്ഡ് വാക്കൻസി ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് റിസർവേഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ റിസർവ്ഡ് വാക്കൻസി ഇല്ലെങ്കിലും ജനറൽ വാക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്, യാതൊരു തടസ്സമില്ല. അതുപോലെ നിങ്ങൾ ഗ്രാജുവേറ്റ് അപ്രന്റീഷിപ്പിൻ്റെ ആ കാറ്റഗറി വൈസ് വാക്കൻസീസ് ഇതിൽ കാണാം, ഈ ടേബിൾ നോക്കിയാൽ മതി. ഇനി PWD കാൻഡിഡേറ്റ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളതും ഇതിൽ വേറെ കൊടുത്തിട്ടുണ്ട്, ഞാൻ കാണിക്കാം. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ട്രേഡ് അപ്രന്റീഷിപ്പിലേക്ക് ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡുകൾ നിങ്ങൾക്ക് എന്താണ് ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഫുൾ ടൈം റെഗുലർ ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ഡിപ്ലോമ ആണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന അതത് ഡിസിപ്ലിനിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. ഇനി അടുത്തത് നിങ്ങൾ ഗ്രാജുവേറ്റ് അപ്രന്റീഷിപ്പ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു BA or BTech, അതല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രി ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇതിൻ്റെ ഏജ് റിലാക്സേഷൻ നമ്മൾ പറഞ്ഞു, SC ആണെങ്കിൽ 5 വർഷം, OBC ആണെങ്കിൽ 3 വർഷം, PWD ആണെങ്കിൽ 10 മുതൽ 15 വർഷം വരെ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ കാര്യങ്ങൾ കിട്ടും. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡാണ്. ഹൈറ്റ് വെറും 135 സെൻറ്റിമീറ്റർ മിനിമം ഹൈറ്റ് നിങ്ങൾക്ക് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അതുപോലെ വെയിറ്റ് അതിൽ കൂടിയാൽ കുഴപ്പമില്ല, മിനിമം ആണ് ഇവിടെ പറയുന്നത്. മിനിമം 135 സെൻറ്റിമീറ്റർ വേണം. പിന്നെ വെയിറ്റ് ഒക്കെ മിനിമം ഒരു നിങ്ങൾക്കിവിടെ കാണാം 25.4 കിലോഗ്രാംസ് ആണ് പറയുന്നത്. ഇനി അടുത്ത ചെസ്റ്റ് ആണ്. ചെസ്റ്റ് വലിയൊരു നമ്പറൊന്നുമില്ല, ജസ്റ്റ് 3.8 സെൻറ്റിമീറ്റർ എന്താണ് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എക്സ്പാൻഷൻ ഉണ്ടാണെന്നുള്ളൂ. എന്താണ് ഈ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇത് ബാധകമല്ല കേട്ടോ, ചെസ്റ്റ് ബാധകമല്ല. പിന്നെ ചെസ്റ്റിൻ്റെ ആ ഒരു സൈസ് എന്താണ് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, എത്ര ആയാലും പ്രശ്നമില്ല. നമുക്ക് എക്സ്പാൻഷൻ 3.8 വരണമെന്നുള്ളൂ കേട്ടോ, മിനിമം ആ ഒരു എക്സ്പാൻഷൻ വരണമെന്നുള്ളൂ. അത് മെയിൽ കാൻഡിഡേറ്റ്സിനാണ്, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അതും ബാധകമല്ല. പിന്നെ മെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിലും ചെസ്റ്റിൻ്റെ സൈസ് എന്താണ് ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒരു എക്സ്പാൻഷൻ ഈ ഒരു ഉണ്ടാണെന്ന് പറയുന്നുണ്ട്. വിഷനൊക്കെ നമുക്ക് എന്താണ് ഈ പറയുന്ന വേറെ എന്തെങ്കിലും എന്താണ് ഡേഞ്ചർ ആ ഒരു കണ്ടീഷനിലേക്ക് വരുന്ന രീതിയിലുള്ള മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സാധാ ആർക്കാണ് കണ്ണട വെച്ചവരാണെങ്കിലും കണ്ണട വെക്കാത്തവരാണെങ്കിലും ഏത് കാറ്റഗറിക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഡേഞ്ചർ ആയിട്ടുള്ള മറ്റെന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി ഇതിലേക്ക് PWD കാൻഡിഡേറ്റ്സിന് റിസർവ്ഡ് വാക്കൻസി ഉണ്ട് പറഞ്ഞു. അപ്പോൾ അവർക്ക് നോക്കാം, അവിടെ ഓരോരോ കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാറ്റഗറി ഉള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് അതത് ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറാണ്. ഇതിലേക്ക് യാതൊരുവിധ എക്സാമോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ ITI അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഗ്രാജുവേഷന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിലേക്ക് നിങ്ങൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് യാതൊരുവിധ എക്സാമും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ITI നിങ്ങളുടെ ഡിപ്ലോമ അല്ലെങ്കിൽ ഗ്രാജുവേഷന് കിട്ടിയ മാർക്കാണ് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെറിറ്റ് അടിസ്ഥാനത്തിലാണ് ഇതിലേക്ക് നിങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇവർ പ്രയോറിറ്റി കൊടുക്കുന്നത് ഇവിടെ 4 കാര്യങ്ങൾ, ഇവിടെ 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫസ്റ്റത്തെ നിങ്ങൾക്കിവിടെ കാണാം, ഈ കൂടംകുളം ന്യൂക്ലിയർ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ലാൻഡ് നഷ്ടപ്പെട്ടവരുണ്ടാവും. അതായത് അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് അപേക്ഷകരൊന്നും എന്തായാലും ഉണ്ടാവില്ല. അവിടെയുള്ള ആളുകളെല്ലാം ITI കഴിഞ്ഞവരോ ഡിപ്ലോമ കഴിഞ്ഞവരോ ഒന്നും ആയിക്കൊള്ളുന്നില്ല, 1-2 ആളുകളൊക്കെ ഉണ്ടാകുള്ളൂ. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റിന് വേണ്ടി നിങ്ങളുടെ ഭൂമി എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുത്ത ഉദ്യോഗാർത്ഥികൾക്ക് എന്താണ് ഫസ്റ്റ് പ്രയോറിറ്റി അവർ കൊടുക്കും കേട്ടോ. ഓക്കെ, പിന്നെ വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ പറയുന്ന രാധാപുരം താലൂക്കിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് പിന്നെ അവർ പരിഗണിക്കുക. ഓക്കെ, പിന്നെ വരുന്നത് തിരുനെൽവേലി ഡിസ്ട്രിക്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളെ അവർ പരിഗണിക്കും. പിന്നെ വരുന്നത് തമിഴ്നാടുള്ളവരെ പരിഗണിക്കും. പിന്നെയാണ് അതർ സ്റ്റേറ്റിനെ പരിഗണിക്കുക. അപ്പോൾ നമ്മൾ കേരളത്തിലുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാം, യാതൊരുവിധ അപേക്ഷാ ഫീസോ മറ്റു കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മുടെ തമിഴ്നാടാണ്, നമുക്ക് പോയി വരാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ അതേഴ്സ് എന്നുള്ളതുണ്ട്, ആ ഓപ്ഷൻ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ തമിഴ്നാടുള്ളവരാണെങ്കിലും ഒരുപാടൊന്നും അപേക്ഷകളൊന്നും വന്നോളുന്നില്ല. മേ ബി ചിലപ്പോൾ നമുക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രിഫറൻസ് അവർ അല്ലെങ്കിൽ പ്രയോറിറ്റി അവർ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതാണ്. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾക്കിവിടെ ഇതിൻ്റെ പ്ലേസ് ഓഫ് ട്രെയിനിങ് കൂടംകുളം ന്യൂക്ലിയർ പവർ പ്രോജക്റ്റ് തന്നെ ആയിരിക്കും. ഈ പറയുന്ന രാധാപുരം താലൂക്ക് തിരുനെൽവേലി ഡിസ്ട്രിക്റ്റിലാണ്, അത് തമിഴ്നാടാണ്. 1 year ആയിരിക്കും ട്രെയിനിങ് ഡ്യൂറേഷൻ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു അപേക്ഷാ ഫോർമാറ്റ് ഉണ്ട്, അത് ഞാൻ കാണിക്കാം. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ സെൽഫ് അറ്റസ്റ്റ് ചെയ്തതിൻ്റെ കൂടെ നമ്മൾ പോസ്റ്റലായിട്ടാണ് അയച്ചു കൊടുക്കേണ്ടത്. അതോടൊപ്പം ഓൾറെഡി നിങ്ങൾ അപ്രന്റീഷിപ്പ് ചെയ്യുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നവരായ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേക്ക് അക്കോമഡേഷനോ അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഒന്നും ലഭിക്കില്ല. എന്നാലും ട്രാൻസ്പോർട്ടേഷൻ നിങ്ങൾക്ക് ഈ പറയുന്ന മെയിൻ ഗേറ്റ് ഉണ്ടല്ലോ, കൂടംകുളം പ്രൊജക്റ്റിൻ്റെ ന്യൂക്ലിയർ പ്രൊജക്റ്റിൻ്റെ ആ മെയിൻ ഗേറ്റിൽ നിന്ന് നിങ്ങൾക്ക് സൈറ്റിലേക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അവിടെ ആ ഒരു ട്രെയിനിങ് പീരീഡിൽ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് നൽകുന്നതാണ്. അതല്ലാതെ ഒരു മറ്റൊരു രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അക്കോമഡേഷനും ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾക്ക് താമസ സൗകര്യം ഒന്നും ലഭിക്കില്ല, അതൊക്കെ നിങ്ങൾ തന്നെ നിങ്ങളുടെ കോസ്റ്റിൽ അറേഞ്ച് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്താൽ സേഫ്റ്റി ഇഷ്യൂ അതുപോലെ മറ്റു പേഴ്സണൽ പ്രൊട്ടക്റ്റീവ്
സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരും കേട്ടോ, അവർ കമ്പനി തരും. ഇനി നിങ്ങൾ അപേക്ഷയുടെ കൂടെ അയച്ചു കൊടുക്കേണ്ട മറ്റൊരു സർട്ടിഫിക്കറ്റ് ആണ് ഇവിടെ കാണാൻ നിങ്ങൾക്ക് കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് വേണം, കോൺടാക്ട് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്. അത് നിങ്ങൾക്ക് ഒരു ഗസറ്റഡ് ഓഫീസറെ അടുത്ത് നിന്ന് വാങ്ങാം. അതിൻ്റെ ഫോർമാറ്റ് ഞാൻ കാണിക്കാം കേട്ടോ, ആ ഫോർമാറ്റിൽ നമ്മൾ എടുക്കണം. ഇനി അതല്ലെങ്കിൽ നമ്മൾ പഠിച്ച സ്ഥാപനത്തിൽ നിന്ന് ഈ പറയുന്ന കോൺടാക്ട് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് വെക്കാം. ഇതിനൊരു കണ്ടീഷൻ പറയുന്നുണ്ട്, നമ്മൾ ഈ അഡ്വർടൈസ്മെൻറ്റ് ഇഷ്യൂ ചെയ്ത്, അതായത് അപ്പോൾ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് വന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ 20/6/2025 അപ്പോൾ ഈ 20/6/2025 എന്ന് പറയുന്ന ഡേറ്റ് ഉണ്ടല്ലോ, 20/6/2025 എന്ന് പറയുന്ന ഡേറ്റ്, ഈ ഡേറ്റിനോ ഇതിന് ശേഷമോ എടുത്ത കോൺടാക്ട് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം കേട്ടോ. അപ്പോൾ 20/6/2025 മുൻപ് നിങ്ങളുടെ കയ്യിൽ ഒരു കോൺടാക്ട് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യരുത്, നിങ്ങൾ അപേക്ഷ റിജക്റ്റ് ആയി പോകും. പ്രത്യേകം ശ്രദ്ധിക്കുക, 20/6/2025 എന്ന് പറയുന്ന ഡേറ്റിനോ അതിന് ശേഷമോ നമ്മൾ എടുത്ത സർട്ടിഫിക്കറ്റ് ആയിരിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സെഡിങ്ങിൻ്റെ ഫോർമാറ്റ് ഇതിൻ്റെ കൂടെ നമ്മുടെ നോട്ടിഫിക്കേഷൻ്റെ കൂടെ ഉണ്ട്, അത് ഞാൻ കാണിക്കാം. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞു 21/7/2025 ആണ്. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ നേരെ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് അപ്ലൈ ചെയ്യല്ല. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. ഓൾറെഡി നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാൻ പറ്റും. എലിജിബിൾ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഒന്നെങ്കിൽ നാപ്സിലോ അല്ലെങ്കിൽ നാറ്റ്സിലോ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ നാപ്സിൽ രജിസ്റ്റർ ചെയ്യണം, NAPS, അതിൻ്റെ ലിങ്കൊക്കെ തരാം. NAPSൽ രജിസ്റ്റർ ചെയ്യേണ്ട ആരാന്ന് വെച്ചാൽ ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണ്. ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ NAPSൽ രജിസ്റ്റർ ചെയ്യണം. ഇനി NATS ഉണ്ട്, NATSൽ രജിസ്റ്റർ ചെയ്യേണ്ടത് ആരാന്ന് വെച്ചാൽ ഡിപ്ലോമ കഴിഞ്ഞവരും അതുപോലെ തന്നെ ഗ്രാജുവേഷൻ കഴിഞ്ഞവരും ഉദ്യോഗാർത്ഥികൾ, അതായത് ഡിപ്ലോമ അപ്രന്റീഷിപ്പിലേക്കും ഗ്രാജുവേറ്റ് അപ്രന്റീഷിപ്പിലേക്കും അപ്ലൈ ചെയ്യണമെങ്കിൽ NATSലാണ് അവർ രജിസ്റ്റർ ചെയ്യേണ്ടത്. ITI കഴിഞ്ഞവർ NAPSലാണ്. അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ തരാം. അപ്പോൾ NAPS അല്ലെങ്കിൽ NATSൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സെറ്റ് ആക്കിക്കുക. പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ IT ഡിഗ്രി ഏതാ ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ വേണം. ഡേറ്റ് ഓഫ് ബർത്തിന് വേണ്ടി 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്, പിന്നെ സിഗ്നേച്ചർ, ഇതൊക്കെ സ്കാൻ ചെയ്ത് റെഡിയാക്കി വെക്കുക. ഇതൊക്കെ നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യണം. പിന്നെ ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ NATSലോ NAPSലോ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ വീണ്ടും രജിസ്ട്രേഷൻ്റെ ആവശ്യമില്ല, ഒരൊറ്റ തവണയെ നമുക്കതിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ആ ഒരു എൻറോൾമെൻറ്റ് നമ്പറൊക്കെ നമ്മൾ എഴുതി സൂക്ഷിക്കുക. അത് നമുക്ക് ഈ പറയുന്ന ഫോമിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയും വേണം. ഇനി ഇതിൻ്റെ അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്തിട്ടാണ് നമ്മൾ പ്രിൻ്റ് എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ കാണിക്കട്ടെ എങ്ങനെയാണെന്നുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ നിങ്ങൾക്കൂടെ കാണാം, നമ്മൾ അപേക്ഷാ ഫോം ഫില്ല് ചെയ്തിട്ട് അതിൽ നമ്മൾ പാസ്വേഡ് ഫോട്ടോഗ്രാഫൊക്കെ ഒട്ടിച്ച് നമ്മൾ അതോടൊപ്പം സെൽഫ് അറ്റസ്റ്റഡ് ആയുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും ഒക്കെ ഇതിൻ്റെ കൂടെ വെച്ച് ഇതാണ് നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സ്. ഓക്കെ, നിങ്ങൾക്ക് കാണാം സീനിയർ മാനേജർ HRM തുടങ്ങിയിട്ട് ഇതാണ് 6271006 എന്ന് പറയുന്ന പിൻകോഡ്. ഇത്രയും ഈ വലിയൊരു അഡ്രസ്സാണ്. ഈ ഒരു അഡ്രസ്സിലേക്കാണ് നിങ്ങൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, അതോടൊപ്പം തന്നെ ആ പോസ്റ്റലായിട്ട് അവിടെ എത്തേണ്ട അവസാന തീയതിയാണ് 21/7/2025 എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ പറയുന്ന സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ഏതൊക്കെയാണ് ഇതിൻ്റെ കൂടെ അയച്ചു കൊടുക്കേണ്ടത് വെച്ചാൽ, നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി നമ്മുടെ SSLC സർട്ടിഫിക്കറ്റ് വെക്കാം. അതുപോലെ തന്നെ നിങ്ങളെ +2 10ാം ക്ലാസ് +2 സർട്ടിഫിക്കറ്റ് അത് വെക്കാം. ഇനി ITI ഡിപ്ലോമ എല്ലാ സെമസ്റ്ററിൻ്റെയും ഗ്രാജുവേഷൻ അതുപോലെ എല്ലാ സെമസ്റ്റർ ഇയർ അതിൻ്റെ മാർക്ക് ഷീറ്റ് എല്ലാം നമ്മൾ അതിൻ്റെ കൂടെ വെക്കണം. മറ്റെന്തെങ്കിലും ക്വാളിഫിക്കേഷൻ്റെ വെക്കാം. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒന്നും വെക്കരുത് കേട്ടോ. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ശരിക്കും അപ്രന്റീസ് ചെയ്യാനേ പറ്റില്ല. അതുപോലെ തന്നെ വാലിഡ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, കാറ്റഗറി സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ വെക്കണം. ഓക്കെ, അതുപോലെ തന്നെ EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്. അപ്പോൾ കാറ്റഗറി സർട്ടിഫിക്കറ്റ് പറഞ്ഞാൽ എല്ലാം സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയതായിരിക്കണം കേട്ടോ. SC/ST OBC EWS ഇങ്ങനെയുള്ള എല്ലാ കാറ്റഗറിയും. PWD ആണെങ്കിൽ അങ്ങനെ. പിന്നെ ഒരു എക്സ്ട്രാ പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും പാടെ നമ്മൾ വെക്കണം കേട്ടോ. അപ്പോൾ ഈ പറയുന്ന നമുക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും പാടെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ടൊക്കെ എടുക്കാൻ പറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ ക്യാരക്ടർ അല്ലെങ്കിൽ ഈ പറയുന്ന കോൺടാക്ട് സർട്ടിഫിക്കറ്റും പാടെ നമ്മൾ അതിൻ്റെ കൂടെ വെക്കണം. അതോടൊപ്പം തന്നെ 2 റീസെൻ്റ് ആയുള്ള പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് നമ്മൾ അതിൻ്റെ കൂടെ അപേക്ഷയുടെ കൂടെ വെക്കണം. അപ്പോൾ ഇതൊക്കെ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടാണ് വെക്കേണ്ടത് കേട്ടോ. ആധാർ കാർഡ് നമ്മൾ വെക്കണം. അതോടൊപ്പം തന്നെ റെസിഡൻഷ്യൽ പ്രൂഫ്, ഇത് നമുക്ക് ചെയ്യാനല്ല, ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ കൂടംകുളം ന്യൂക്ലിയർ പവർ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ആ ലാൻഡ് എടുത്ത് അവരുടെ ലാൻഡ് നഷ്ടപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും. അങ്ങനെയുള്ളവർ അത് എവിടെ താമസിച്ചതിൻ്റെ റെസിഡൻഷ്യൽ പ്രൂഫ് എന്ത് ചെയ്യണം, അവർ അതിൻ്റെ കൂടെ വെക്കണം. നമ്മളത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളെങ്കിൽ കൺഫ്യൂഷൻ വേണ്ട വെച്ചിട്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ അപ്രന്റീഷിപ്പ് രജിസ്ട്രേഷൻ ചെയ്തതിൻ്റെ നമ്മുടെ പ്രൊഫൈലിൽ കയറുക. അതായത് നാപ്സ് ഉണ്ടല്ലോ, നാപ്സ് ഏതിലാണോ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് വെച്ചാൽ, ഞാൻ പറഞ്ഞു ITI കഴിഞ്ഞവരാണെങ്കിൽ നാപ്സ്, മറ്റുള്ള ഡിപ്ലോമ ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾ നാറ്റ്സ് ആണ്, NATSലാണ്. അപ്പോൾ അതിൽ നിങ്ങൾ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രൊഫൈൽ എടുക്കുക. എന്നിട്ട് പ്രൊഫൈൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിൻ്റ് എടുക്കുക. ഓക്കെ, അതായത് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. എന്നിട്ട് അതെന്ത് ചെയ്യുക, പ്രിൻ്റ് എടുത്തിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ അയച്ചു കൊടുക്കണം കേട്ടോ. അതും പാടെ നമ്മൾ രജിസ്റ്റർ ചെയ്തെന്നുള്ളതിൻ്റെ പ്രൂഫായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ്
ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വേണ്ടത്. ഇനി നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളിലേക്കാണ് വരുന്നത് കേട്ടോ. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളിലേക്കാണ്. അതിനായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് വരിക. അവിടെ കാണാൻ GeoCL Agilent, അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി GeoCL Agilent. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേറ്റസ്റ്റ് ജോബ്സ് കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ജോബ്സ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ അപ്രന്റീഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് വേറെ മുകളിൽ ഫോൾഡർ ഇവിടെ ഞാൻ ആഡ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. സോറി, ഞാൻ അതിൽ മെനുവിൽ ഇവിടെ ആഡ് ചെയ്തിട്ടില്ല, വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇവിടെ ലേറ്റസ്റ്റ് ജോബ്സിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം NPCL. ഞാനിവിടെ ഇപ്പം നിങ്ങൾക്ക് ഇതിവിടെ കണ്ടില്ലെങ്കിൽ ജസ്റ്റ് റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മതി. കൂടുതൽ പോസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ താഴോട്ട് പോകും. അപ്പോൾ ഞാനിത് ഒരു 3 ദിവസം മുൻപ് ഞാനിതിൽ നമ്മുടെ വെബ്സൈറ്റിൽ പോസ്റ്റ് ഇട്ടിരുന്നു കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് NPCL അപ്രന്റീസ് റിക്രൂട്ട്മെൻറ്റ് പറഞ്ഞിട്ട് കാണാം. ഇനി ഇത് നിങ്ങൾക്ക് ഇവിടെ ഒരു സെർച്ച് ബാർ ഉണ്ട്, ഇവിടെ NPCL എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് NPCL അപ്രന്റീസ് റിക്രൂട്ട്മെൻറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം. അതിനകത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ഓപ്പൺ ആയി വരും. അപ്പോൾ ഇവിടെ നമ്മുടെ സോഷ്യൽ മീഡിയ, അതായത് എനിക്ക് പറയാം നമ്മുടെ ഇൻസ്റ്റാഗ്രാം, അതുപോലെ വാട്സപ്പ്, ടെലഗ്രാം ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇൻസ്റ്റയിലൊക്കെ നിങ്ങൾ മാക്സിമം ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാ അപ്ഡേഷനും കറക്റ്റായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് കാണാം. ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ഇനി ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് നോക്കാം. അവിടെ ട്രേഡ് അപ്രന്റീസ് ആണെങ്കിൽ നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ നേരെ എവിടെ പോവുക? അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് കേട്ടോ, നാപ്സ്. ഓക്കെ, അപ്പോൾ IT കഴിഞ്ഞിട്ടാണെങ്കിൽ നാപ്സിൽ പോവുക. അവരെന്ത് ചെയ്യുക, ലോഗിൻ ഒരു രജിസ്റ്റർ എന്നുള്ള നിൽക്കുക, കാൻഡിഡേറ്റ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിൽ രജിസ്റ്റർ ആസ് എ കാൻഡിഡേറ്റ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. IT സ്റ്റുഡൻറ്റിനെ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ IT റോൾ നമ്പർ അടിച്ചു കൊടുത്ത് അങ്ങനെ ഡീറ്റെയിൽ അടിച്ച് ഫില്ല് ചെയ്യണം. ഓൾറെഡി രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ വീണ്ടും നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഓക്കെ, അത് ക്ലോസ് ചെയ്യുന്നു. ഇനി അടുത്തത് ഡിപ്ലോമ ഒരു ഗ്രാജുവേറ്റ് അപ്രന്റീഷിപ്പ് കാറ്റഗറി ആണെങ്കിൽ അവരുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. ഇതിൽ പോയിട്ട് ഇവരെന്ത് ചെയ്യുക, അതാണ് നാറ്റ്സ്. അപ്പോൾ നമ്മൾ നാറ്റ്സ് പോയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ സ്റ്റുഡൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കണക്ക് ജനറൽ സ്റ്റുഡൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ വേണം. എന്നിട്ട് നമ്മൾ യെസ് എന്ന് കൊടുത്തിട്ട് നമ്മൾ മൊബൈൽ നമ്പറും മെയിൽ ID കൊടുത്ത് OTP വെച്ച് വെരിഫൈ ചെയ്ത് അങ്ങനെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്ത് പോകണം. അങ്ങനെ 2 കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പ്രിൻ്റ് എടുക്കുക. ആപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് എടുക്കണം. അതിന് നോട്ടിഫിക്കേഷനിൽ തന്നെയാണ് ആപ്ലിക്കേഷൻ ഫോമുകൾ, ഞാൻ വേറെ സെപ്പറേറ്റ് കൊടുത്തില്ല. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആക്കാം. നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആയിട്ട് താഴോട്ട് നിങ്ങൾ വരിക. ഇവിടെ താഴോട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പേജ് നമ്പർ ഞാൻ പറയാം. ഓക്കെ, ഏകദേശം പേജ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് 12 കേട്ടോ. പേജ് നമ്പർ 12 മുതൽ നിങ്ങൾക്ക് ഇവിടെ ആപ്ലിക്കേഷൻ ഫോം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് നിങ്ങൾ പ്രിൻ്റ് ചെയ്യുക. അപ്പോൾ ഓൾറെഡി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പേജ് നമ്പർ 12 മുതൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അപേക്ഷാ ഫോം. ഈ അപേക്ഷാ ഫോം വളരെ നീറ്റായിട്ട് നല്ലൊരു A4 ഷീറ്റിൽ 2 പേജ് അല്ല, ടോട്ടൽ 3 പേജ് ഉണ്ട് കേട്ടോ. ഇതും പാട് അതിൽ ഉൾപ്പെടും. ഓക്കെ, ആ ചെക്ക് ലിസ്റ്റും പാട് അതിൽ ഉൾപ്പെടും കേട്ടോ. ഈ 3 പേജ് നിങ്ങൾ പ്രിൻ്റ് എടുക്കണം. പിന്നെ എക്സ്ട്രാ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഈ ക്യാരക്ടർ അല്ലെങ്കിൽ കോൺടാക്ട് സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ്, ഇതാണ് അതിൻ്റെ ഫോർമാറ്റ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ യൂസ് ചെയ്യുക, ഇത് നിങ്ങൾ പ്രിൻ്റ് എടുക്കുക കേട്ടോ. ഓക്കെ, എന്നിട്ട് അത് സ്ഥാപനങ്ങളിൽ പോയിട്ടോ, അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഗസറ്റഡ് ഓഫീസറെ അടുത്ത് പോയാൽ മതി. അപ്പോൾ അവർ ഫില്ല് ചെയ്ത് അവർ സൈൻ ചെയ്ത് സീൽ ചെയ്ത് ഡേറ്റും പ്ലേസും ഒക്കെ എഴുതിയിട്ട് നമുക്ക് തരും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫോർമാറ്റ്. ഇത് നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷനിൽ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 4 പേജ് നിങ്ങൾ പ്രിൻ്റ് എടുക്കുക. ഓക്കെ, ഇനി നമുക്കിതിൽ അപ്ലിക്കേഷൻ ഫോമിൽ പ്രധാനമായിട്ടും ഇവിടെ ഫസ്റ്റ് നമുക്ക് ടൈപ്പ് ഓഫ് അപ്രൻറ്റീസ് ആണ് ഏതാണ് എന്നുള്ളത് നമ്മളിവിടെ എഴുതി കൊടുക്കുക. അതായത് ട്രേഡ് ആണോ, ഡിപ്ലോമയാണോ, അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ആണോ ഇവിടെ എഴുതി കൊടുക്കുക. ഇനി അതുപോലെ ഏത് ഡിസിപ്ലിനാണ്, ഇപ്പോൾ ഫിറ്ററാണ് ഫിറ്റർ, അല്ലെങ്കിൽ മെക്കാനിക്കലാണ് മെക്കാനിക്കൽ, ഏതാச்சுം നിങ്ങളനുസരിച്ച് അവിടെ നിങ്ങൾ എഴുതി കൊടുക്കുക. എല്ലാം ക്യാപിറ്റൽ ലെറ്റർ തന്നെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അഡ്വർടൈസ് നമ്പർ ഇവിടെ നിന്ന് നിങ്ങളുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ നിങ്ങൾ ഫില്ല് ചെയ്യാം. പിന്നെ ഇവിടെ നിങ്ങൾ നാറ്റ്സിൽ അല്ലെങ്കിൽ നാപ്സ് നമ്മൾ പറഞ്ഞല്ലോ, അവിടെ നിന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എൻറോൾമെൻറ്റ് നമ്പർ അല്ലെങ്കിൽ ഒരു രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ IT കഴിഞ്ഞവരാണെങ്കിൽ നാപ്സിന് കിട്ടിയ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്, ആ രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ എൻറോൾമെൻറ്റ് നമ്പർ. ഇനി ഡിപ്ലോമ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് അപ്രന്റീഷിപ്പിൽ ആണ് നിങ്ങൾ അപ്ലൈ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു NATS നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ ആദ്യം കംപ്ലീറ്റ് ചെയ്യണം. ഇനി ഇവിടെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നിങ്ങൾ ഒട്ടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് ജസ്റ്റ് സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക കേട്ടോ. ജസ്റ്റ് ക്രോസ് ആയിട്ട് നിങ്ങൾ സൈൻ ചെയ്യുക എന്നുള്ളതാണ് ഫോട്ടോയിലും നമ്മളെ ഇതിലേക്കുമായിട്ട് ഫോമിലേക്കുമായിട്ട്. ഓക്കെ, ജസ്റ്റ് പശ ഇട്ട് ഒട്ടിക്കാനേ പറ്റുള്ളൂ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഫാദറിൻ്റെ പേര് അങ്ങനെയുള്ള കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് അതൊക്കെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. നിങ്ങൾ ടിക്ക് ചെയ്താൽ മതി. മെയിൽ ഓർ ഫീമെയിൽ ഏതാச்சுം നിങ്ങളത് ടിക്ക് ചെയ്യാം. SC ST OBC ഏതാச்சுം നിങ്ങൾ അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, അത് ജസ്റ്റ് നിങ്ങളത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ഇതൊക്കെ ബേസിക്കായ കാര്യം. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഓക്കെ, ഉണ്ടെങ്കിൽ മതി. പിന്നെ അഡ്രസ്സ്, പെർമനൻറ്റ് അഡ്രസ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വലിയ പ്രശ്നങ്ങളില്ലാന്ന് വിചാരിക്കുന്നു. പിന്നെ PWD കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് ചെയ്യേണ്ട. നോ എന്നുള്ളത് നിങ്ങൾ കൊടുത്താൽ മതി. അപ്പോൾ യെസ് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് വെട്ടിക്കഴിഞ്ഞാലും മതി കേട്ടോ. നമ്മൾ നോ എന്നുള്ളത്
അവിടെ വരും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഹൈറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം കേട്ടോ. നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഇവിടെ കൊടുക്കണം. എക്സാമിനേഷൻ ഇത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ്. SSLC മുതൽ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുക്കുക. എന്തൊക്കെയാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, നെയിം ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ കോളേജിൻ്റെ പേര്, ഇയർ ഓഫ് പാസിംഗ് കൊടുക്കണം. സബ്ജക്റ്റ് SSLC ഒക്കെ ആണെങ്കിൽ നമ്മൾ ജനറൽ എന്ന് കൊടുത്താൽ അല്ലെങ്കിൽ SSLC എന്ന് കൊടുത്താലും കുഴപ്പമില്ല. ഇനി മാർക്സ് SSLCയിൽ എത്രയാണ് നമുക്ക് കിട്ടിയ മാർക്കാണ്. അപ്പോൾ കിട്ടിയ മാർക്കൊക്കെ കാണാൻ നമ്മുടെ വെബ്സൈറ്റിൽ GOC എലിജിലാൻ്റെ ഹോം പേജ് കയറിയാൽ നിങ്ങൾക്ക് ഇവിടെ ഈസി ടൂൾ ഉണ്ട്. ഈസി ടൂൾ ക്ലിക്ക് ചെയ്യാം. ഈസി ടൂൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ SSLC ഓർ 10% കാൽക്കുലേറ്റർ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇതൊരു ടൂൾ ഉണ്ട് ഇവിടെ. ടൂൾ നിങ്ങൾ യൂസ് ചെയ്യേണ്ടായാലും ബെറ്റർ, നിങ്ങൾക്ക് കുറച്ചും കൂടെ മാനുവലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വാച്ച് ഓൺ യൂട്യൂബ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ ഈ വീഡിയോ കാണാം. ഈ വീഡിയോയിൽ ഞാൻ അതെങ്ങനെയാണ് നമുക്ക് കിട്ടിയ മാർക്ക് മനസ്സിലാക്കുക എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ധാരണ ലഭിക്കും. ഓക്കെ, അതിനനുസരിച്ച് നമ്മളവിടെ മാർക്ക് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ SSLCക്ക് നമ്മൾ ജസ്റ്റ് നമുക്കൊരു പ്രത്യേക ഡ്യൂറേഷൻ ആയിട്ടുള്ള നമ്മൾ ഹൈസ്കൂളിൻ്റെ പാർട്ടായിട്ട് തന്നെ പഠിക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ഫൈനൽ എക്സാം ആയിട്ടാണ് SSLC എഴുതുന്നതല്ലോ. അപ്പോൾ അത് ജസ്റ്റ് എന്ത് ചെയ്യുക, 1 ഇയർ കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഇവിടെ പെർസെൻറ്റേജ് നമുക്ക് അങ്ങനെ കണ്ടെത്താൻ പറ്റും. ആ വീഡിയോ കണ്ടാൽ മതി. പിന്നെ അങ്ങനെ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസ് അങ്ങനെ നിങ്ങൾ കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഞാൻ പറഞ്ഞു ലാൻഡ് എഫക്റ്റഡ് ആയിട്ടുള്ള, അതായത് ലാൻഡ് ലൂസർ ആയിട്ടുള്ള ആളുകളുണ്ടാവും. അതായത് നിങ്ങളുടെ ലാൻഡ് ഈ കൂടംകുളം ന്യൂക്ലിയർ പവർ പ്രൊജക്റ്റിൻ്റെ എടുത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവരെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അവർ ഫില്ല് ചെയ്യേണ്ട ഭാഗമാണ്. അല്ലാത്തവർ ഇവിടെ നോ എന്നുള്ളത് ടിക്ക് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ ഇത് ജസ്റ്റ് സ്ട്രൈക്ക് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് അവിടെ ടിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് യെസ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കണം കേട്ടോ. ലാൻഡ് ഓണറിൻ്റെ പേര്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ യെസ് ജസ്റ്റ് എന്ത് ചെയ്യാതെ നിങ്ങൾ വരച്ചിട്ടാൽ മതി. അപ്പം നമുക്ക് നോ എന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ യെസ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ലാൻഡ് ലൂസർ സർട്ടിഫിക്കറ്റ് നമ്മളിതിൻ്റെ കൂടെ വെക്കണം കേട്ടോ. ആ നിശ്ചിത അതോറിറ്റിയിൽ നിന്ന് വാങ്ങിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതോടൊപ്പം തന്നെ ഇവിടെ പ്രധാനമായിട്ടും നിങ്ങൾ കോൺട്രാക്ച്വൽ വർക്കിൽ, അതായത് ഗവൺമെൻറ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. അല്ലാത്തവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, ഒന്നും നോക്കേണ്ട, അത് ജസ്റ്റ് നോട്ട് അപ്ലിക്കബിൾ എന്ന് ഇട്ട് കൊടുത്താൽ മതി, എന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇനി വേറെ എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ കൊടുക്കാണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഡിക്ലറേഷൻ വായിക്കുക, എന്നിട്ട് നിങ്ങൾ ഡേറ്റ് പ്ലേസ് ചെയ്താൽ നിങ്ങളുടെ സിഗ്നേച്ചറാണ് ഇവിടെ വേണ്ടത്. എന്നിട്ട് വീണ്ടും താഴോട്ട് വരിക. താഴോട്ട് വന്നിട്ട് ഇതും പാടെ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾ ഇതിൻ്റെ കൂടെ വെക്കുന്നത്, എല്ലാം സെൽഫ് അറ്റസ്റ്റഡ് ആയിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, സ്ട്രൈക്ക് ഔട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് യെസ് എന്നാണ് വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ നോ, ഓക്കെ, അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ യെസ് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, നമുക്ക് നോ എന്നുള്ളത് വരച്ച് കളയാം. അതുപോലെ തന്നെ ITI ഡിപ്ലോമ നമ്മൾ ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ യെസ് എന്നാണ്. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ മാർക്ക് ഷീറ്റ് വെക്കുന്നുണ്ട്, ഇത് നോ കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ജസ്റ്റ് വിളിക്കുക. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഇനിയിപ്പം ലാൻഡ് ലൂസർ സർട്ടിഫിക്കറ്റ് വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം വെക്കുന്നില്ല, അപ്പം നമ്മൾ യെസ് എന്നുള്ളതാണ് വരച്ച് കളയേണ്ടത്. അപ്പം നമ്മൾ വെക്കുന്നില്ല, നോ എന്നുള്ളതാണ് ആൻസർ. അപ്പോൾ ഏതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അത് അവിടെ ഫ്രീ ആക്കിയിടുക. അത് അല്ലാത്തത് എന്ത് ചെയ്യുക, നിങ്ങൾ വരച്ച് ഒഴിവാക്കുക. ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി. ആധാർ കാർഡ് മാൻഡറ്ററി ആണ് കേട്ടോ, ആധാർ കാർഡിൻ്റെ കോപ്പി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ യെസ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോ എന്നുള്ളത് വരച്ച് കളയുക, ഒഴിവാക്കുക. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ 2 പാസ്വേഡ്സ്, ഫോട്ടോഗ്രാഫ്, അത് എന്തൊക്കെയാണോ വെക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ അതിന് ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങൾ ഡേറ്റ് ചെയ്താൽ, പ്ലേസ് ചെയ്താൽ, ഓക്കെ, പിന്നെ സിഗ്നേച്ചർ, എല്ലാത്തിൻ്റെയും ലെജിബിൾ ആയിട്ടുള്ള, റീഡബിൾ ആയിട്ടുള്ള സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പിയാണ് നമ്മളിതിൻ്റെ കൂടെ വെക്കേണ്ടത് കേട്ടോ. അതൊക്കെ ആ ഒരു ഓർഡറിൽ തന്നെ പ്രോപ്പറായിട്ട് വെക്കുക. പിന്നെ ഈ പറയുന്ന കോൺടാക്റ്റ് അല്ലെങ്കിൽ ക്യാരക്ടർ സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകയാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയാണ്. താങ്ക് യു.